അപ്പം ഇന്ന് രാവിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ പോയോണ്ടിരിക്കുമ്പോഴത് നമ്മളെ കൈത്താലിലിട്ട ഹർദീസിൻ്റെ അടിപൊളി ബർഗറിൻ്റെ വലിയൊരു ഷോപ്പ് വരുന്നു. കെ എഫ് സിക്ക് ചാരി തന്നെയാണ് വല്ല ഷോപ്പ് വരുന്നുണ്ട്. അപ്പോൾ കെ എഫ് സി പറ്റാത്തവർക്ക് ഹർദീസ് ബർഗർ ഫേമസ് ആട്ടോ, അടിപൊളി ഐറ്റംസ് ആണെന്ന് പറയുന്നതായിട്ടുള്ളത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇൻഷാ അല്ലാ അപ്പോൾ കഴിക്കണം. നല്ല അടിപൊളി ബർഗറിനായിട്ടുള്ള മിക്സഡ് ഒക്കെ ആയിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ നമ്മൾ കൈത്താൻ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ ക്യാമ്പിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടോ, ഏകദേശം നമ്മൾ ഷോപ്പ് നമ്മൾ എന്താ പറയുക, അവിടെ നിന്ന് കിട്ടുന്ന 6 കിലോമീറ്ററിൻ്റെ അടുത്ത ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഫർവാനിയത്തിൻ്റെ നമ്മളെ ക്യാമ്പാണ് നേരെ കാണുന്നത്. ഞാൻ താമസിക്കുന്ന റൂമായിട്ടല്ലേ പറയുന്നത്. സൂം ചെയ്ത് കാണുമ്പോൾ കണ്ട ചെറിയ തുള കാണുന്ന അതന്നെ നമ്മളെ റൂമിട്ട വെറുതെ പറഞ്ഞാണ് ആ ക്യാമ്പ് തന്നെ കേട്ടോ നമ്മളെ റൂം. ഇവിടെ നേരെ സൂം ചെയ്ത് കറക്റ്റ് കാണാം, ബസ് നേരെ കറക്റ്റ് കാണുന്നുണ്ടോ. അപ്പോൾ നേരെ ക്യാമ്പിലെത്തിയപ്പോൾ നല്ല ഇഡ്ഡലി കേട്ടോ. ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അങ്ങനെ മുട്ടോണ്ട് ഇങ്ങനെ അടിക്കണം, അങ്ങനെ ഇഡ്ഡലി ഉണ്ട്, നല്ല അടിപൊളി കറി ഉണ്ട് കേട്ടോ. സാമ്പാറാ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും കഴിച്ചില്ല കേട്ടോ. നേരെ പോയി എല്ലാം ഉറങ്ങി എണീറ്റപ്പം നല്ല മീൻകറി ഉണ്ട്. പിന്നെ എന്തായാലും ചോറ് കഴിഞ്ഞിരിക്കണം കേട്ടോ. പാവ രാജേഷ് ഭായി വന്നപ്പോൾ ചോറ് കഴിഞ്ഞിട്ട് വെറും മീൻകറിയും അവനപ്പം കൂട്ടി അടിക്കണം കേട്ടോ. അപ്പോൾ കുബൂസ് മുപ്പര് വാങ്ങിയിട്ട് ചോറ് കഴിഞ്ഞ് ഞാൻ എന്തോ ഭാഗ്യത്തിന് നേരത്തെ എണീറ്റുകൊണ്ട് ചോറ് കിട്ടിയിട്ട് നല്ല അടിപൊളി ചോറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോരും കറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ തോന്നുന്നുണ്ട് വേഗം തീർന്നിക്കണുണ്ട് ചോറ്. നല്ല അടിപൊളി മോരും കറിയും പിന്നെ നമ്മളെ ചോരക്കട്ടുള്ള ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ കറിയും പാടെ മിക്സ്. ചോറ് ഏകദേശം നല്ല അടിപൊളി ആയിക്കണം. ഇന്നലെ ചോറ് കഴിഞ്ഞ് ഏതായാലും ഇപ്പം നമ്മൾ രാജേഷ് ഭായി കുബൂസ് കൂട്ടി അടിക്കുന്നുണ്ട് കേട്ടോ. അടിച്ചു. ഞാൻ അത് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് മൂപ്പര് വരുന്നത്. മൂപ്പര് അടിച്ചിരുന്ന് ഞാൻ ചോറ് എടുത്ത് വെക്കണമെന്ന് ചോദിച്ചു. പക്ഷേ മൂപ്പര് ഫോൺ എടുത്ത് അത് കാരണം മൂപ്പർക്ക് മിസ്സായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അപ്പോൾ മൂപ്പര് ചോറ് കിട്ടാത്ത ഇറക്കാറ് നമുക്ക് പുറത്തേക്ക് പോകല്ലായിരുന്നു. അപ്പോൾ ഏതെല്ലാവരും മൂപ്പരൊന്നും ആയിക്കോട്ടെ, എനിക്ക് വിശക്കണമെന്നില്ല. ഞാൻ 3-4 മണിയല്ലേ ഫുഡ് കഴിച്ചപ്പോൾ മൂപ്പർക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇങ്ങനെ നടന്നു പോയി മുടിയൊക്കെ വെട്ടണം കേട്ടോ. 500 വിൽസിന് മുടി കിട്ടണ നമ്മളെ ബംഗാളികൾ പാകിസ്ഥാനിലൊക്കെ കിട്ടുന്ന സ്ഥലം കേട്ടോ. 500 വിൽസും വേറെയുള്ളടത്ത് പോയി കഴിഞ്ഞാൽ 1 കേടി കൊടുക്കണം, 1 കേടി. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല അടിപൊളി ബ്യൂട്ടി പാർലർ പോയി വെട്ടോ 1 കേടിക്കൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളെ ബൂം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മൂപ്പർക്ക് വിശന്നിട്ട് പരിവേഷം കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പം ഷവായ് ഇത് മുമ്പിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഷവായ് വേണോ വെച്ചു. ഷവായ് ഒന്നും വേണ്ട, ഫുള്ള് ഷവായും കിട്ടിയപ്പോൾ തൊന്നൊന്നുമില്ല ഊക്കിലാണ് മൂപ്പര് അടക്കണം. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഇതാ ഉറുദുവിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ വായിച്ചൊക്കെ ഐറ്റംസുകൾ ഏതൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെ ഐറ്റംസുകൾ ഉറുദു ഉണ്ടാക്കും അറിയാത്തതുകൊണ്ട് പിന്നെ വിഷയമല്ല. അപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഇന്ന ഐറ്റംസ് ഇന്ന. അപ്പോൾ അവസാനം നമുക്ക് മട്ടൻ ഗോസ് കിട്ടിയിട്ട് മട്ടൻ ഗോസാണ് കഴിക്കാൻ കരുതിക്കുന്നത്. പ്ലേറ്റ് നിറച്ച് കറിയും 2-4 കഷ്ണം മട്ടനും ഇട്ടോ പോരെ. പിന്നെ ഓരോ പാകിസ്ഥാനി റൊട്ടി അടിപൊളി ഐറ്റംസ് ഇട്ടോ. അപ്പോൾ വെറും 600 ഫിൽസുള്ളൂ കേട്ടോ. ഇവിടെ സാധാരണക്കാരൻ പ്രവാസികളുടെ സാധാരണക്കാരൻ. അപ്പോൾ ചോറും കൂട്ടാനും സാധാരണക്കാർക്ക് ഇഷ്ടം പോലെ കഴിക്കാന്ന് പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ഇവിടെ സീറ്റിൽ ഒരു ഒഴിവില്ലാത്തതും കാരണം അത്രയും ഹൗസ്ഫുള്ളാണ്. ഈവനിങ്ങിന് അതായത് ഏകദേശം 8-7 മണിയുടെ ടൈമിലായിട്ട് ഒത്തിരി ആൾക്കാർ വെറും പാകിസ്ഥാനികൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട് ഇതിൽ. എല്ലാ ഐറ്റംസ് ബംഗാളികളും പാകിസ്ഥാനികളും ശ്രീലങ്കക്കാരും പിന്നെ കേരളക്കാരും ഇന്ത്യക്കാരും എല്ലാം മൊത്തം ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ സീറ്റില്ലാത്ത കാരണം നമ്മൾ നേരെ പാർസൽ വാങ്ങി നേരെ നമ്മൾ ബസ്സിൽ പോയി കഴിക്കാമെന്നാണ്. ഇത് കാത്തിരിക്കാനുള്ള ക്ഷമ ഞങ്ങൾക്കില്ല മക്കൾ. അത്രക്ക് വിശപ്പിൻ്റെ കാടിന് കയറിയിരിക്കണം. അപ്പോൾ പാകിസ്ഥാനി റൊട്ടി ഇതെന്താ ഐറ്റംസ് എനിക്ക് പേരിട്ടില്ല. അപ്പം നേരെ വിട്ടിട്ടോ. ഷവായി അപ്പോഴും കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി മസാല തോന്നുന്നുണ്ട്. ഷവായി നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നേരെ ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് വിട്ടിട്ടോ. ബസ് കുറച്ച് അപ്പുറത്താണ് പാർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ കയറിക്കോളി. ബൂം പാകിസ്ഥാനി ഹോട്ടലിലും റെസ്റ്റോറൻറ്റ് ഫർവാനിയിലാണ്. അപ്പോൾ നേരെ സവനപ്പൊക്കെ വാങ്ങിയിട്ടോ. അപ്പോൾ നേരെ ചാരിങ്ങനെ പോയപ്പോഴാണ് ഗോൾഡിൻ്റെ കടയൊക്കെ ഉണ്ട് അടുത്ത്. അപ്പോൾ ഇതാ ബസ് ഇങ്ങനെ ഏകാന്ത മിഷനായിരിക്കണം കേട്ടോ. അപ്പോൾ അവിടെ കയറിയുണ്ട് ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ടാണ്ട് നമ്മളടിക്കുമ്പോൾ സാധനമൊക്കെ വെച്ച്. അപ്പം മൂപ്പര് രണ്ട് കവറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കവർ കണ്ടപ്പോൾ എനിക്ക് പണ്ട് ഇറച്ചി കവറാട്ടോ ഓർമ്മ നാട്ടിലത്തെ. അപ്പോൾ നമ്മൾ ഡ്യൂ വാങ്ങിക്കണം കേട്ടോ. ഡ്യൂ പിന്നെ ഇതുംപാടെ പൊളിക്കുക. എനിക്ക് വല്ലാതെ വിശക്കണമൊന്നുമില്ല, മൂപ്പർക്ക് നല്ല വിശപ്പാണ് ഏതായാലും. അപ്പോൾ ഞാനും മൂപ്പര് ഇപ്പുറത്തെ ഒരു സീറ്റിൽ ഇരുന്നിട്ട് അപ്പോൾ അവരുടെ ഫേവറേറ്റ് ഐറ്റംസുമായ മോരുണ്ട്. പിന്നെ തൊട്ട് കൂട്ടാനായിട്ട് കുക്കുംബർ ആൻഡ് ക്യാബേജ്, പിന്നെ അതിലെന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കവറുണ്ട്. പ്ലേറ്റ് ആണെങ്കിൽ തുറന്നിട്ട് കിട്ടണില്ല. മൂപ്പര് തീറ്റ തുടങ്ങിയിട്ട് ഏതായാലും മൂപ്പർക്ക് വിശപ്പിൻ്റെ കാടിനാട് കയറിക്കണം. 5 റൊട്ടി ഉണ്ട് കേട്ടോ. 5 റൊട്ടി. എനിക്കതൊന്നും കഴിക്കാൻ പോകില്ല. ഏതായാലും ഒരു റൊട്ടി എടുത്ത് ഞാനിങ്ങനെ വെച്ചു. കാരണം അമ്മക്ക് ഒറ്റ റൊട്ടി മതി ശരിക്ക് പള്ളം നിറയും കേട്ടോ. ഒത്തിരി അടിപൊളി റൊട്ടി കേട്ടോ ശരിക്കും. ആണ്ടോ
600 പീസിന് ഇത് മുതലാവില്ല, ഇഷ്ടം പോലെ മുതലാവും. 5 റൊട്ടിയും പിന്നെ മട്ടൻ്റെ കറി കേട്ടോ. മട്ടൻ്റെ കറി എന്ന് പറഞ്ഞാൽ 2-4 പീസ് ഉണ്ട് കേട്ടോ മട്ടനും. അപ്പോൾ ഇവിടെ ബിരിയാണി ഇവിടെ നിന്ന് കയറി നോക്കുകൊണ്ട് ഏതായാലും. അപ്പോൾ അങ്ങനെ കേട്ടോ അടിപൊളി മട്ടൻ കാണണം, ഫ്രഷ് മട്ടനാട്ടോ, നല്ല നല്ല ഇതളായിട്ട് വരുന്ന കേട്ടോ, അടിപൊളി സ്പോഞ്ച് പോലെ വെന്തിക്കണം കേട്ടോ. അപ്പം തന്നെ പോലെ മോരുണ്ട്. ഈ മോര് പോലെ എന്തിൻ്റെ കൂടെയും തരട്ടെ ഈ മോര്. അത് ദഹനക്രിയക്ക് നല്ലതാണെന്ന് പറയാം. ശരിക്കും ഇതൊക്കെ കഴിക്കണം. നമ്മൾ ഈ വലിയ വലിയ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അത് ദഹിപ്പിക്കാനുള്ള ഐറ്റംസ് കൂടി കഴിക്കണം എന്നറിയില്ല. ശരിക്കും അങ്ങനെ കഴിക്കണം. നമ്മൾ കേരളക്കാരങ്ങനെ വാരി ഭരിച്ച് സവായി ഇതൊക്കെ തിന്നും. പക്ഷെ വേറെ അതിന് പ്രതിവിധിയായിട്ട് ദഹിക്കാൻ വേറൊരു മരുന്നൊന്നും നമ്മൾ അതിൻ്റെ ഒപ്പം കഴിക്കൂല കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മൾ ഡ്യൂവും കൂടെ കൂട്ടി അടിച്ചിട്ടോ നേരെ ക്യാമ്പ് ചെന്നപ്പോൾ ഉണ്ട് മാക്രോണി കിടന്ന് കളിക്കണം. അപ്പം മാക്രോണി കണ്ടപ്പം പിന്നെ അത് കഴിഞ്ഞല്ല, പിന്നെ അച്ചാറുണ്ടായിട്ട് അപ്പോൾ അത് കഴിച്ചില്ല. നേരെ ഷോപ്പിലെത്തിയപ്പോൾ ഉണ്ട് നമ്മൾ ചെറുക്കന്മാർ ഷവായി കിടന്ന് കളിക്കണം. ഷവായി അവിടുന്ന് കിട്ടാത്തതിൻ്റെ ഇറക്ക് ഇവിടുന്ന് വന്ന് ഷവായി ഇട്ടിട്ടപ്പോൾ ഷവായിൻ്റെ ചിക്കൻ്റെ കാല് പിടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞപ്പോൾ ഉണ്ട് ഷവായും ഇങ്ങനെ എല്ല് വിതറിനട്ടോ അമ്മാരി അയക്കണം കേട്ടോ. ഏതായാലും അപ്പോൾ അങ്ങനെ ഷവായി ഒരു നോമ്പും പിന്നെ നമ്മൾ വായിൽ വെച്ച് മക്കൾ അടിപൊളി ഐറ്റംസ്. അപ്പം നേരെ അതൊക്കെ കഴിഞ്ഞ് നേരെ പിറ്റേ ദിവസം നേരെ പോലത്തെപ്പണ്ട് നമ്മളെ ഭൂരിയുണ്ട്. പിന്നെ എന്താ പറയുക ഉരുളക്കിഴങ്ങ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഭൂരി എന്ന് പറഞ്ഞാൽ ഭൂരി 1.5 ഭൂരി മക്കളെ അങ്ങോട്ട് കരിക്കട്ട അയക്കണം തോന്നുന്നുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ എന്ന് പറയാതെ രക്ഷയില്ല മക്കളെ. ഇതന്നെ കിട്ടാത്ത എത്രയോ പേരുണ്ടല്ലേ നമ്മളെ നാട്ടിലും പ്രവാസത്തിലും എത്ര പോലെ ബുദ്ധിമുട്ടുണ്ടല്ലേ. അൽഹംദുലില്ലാ റാഹത്താട്ടോ. അപ്പോൾ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. അടിപൊളി ഭൂരി തന്നെ ആയിരുന്നു കേട്ടോ. മറ്റേ ഇഷ്ടു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ നല്ല ഉറങ്ങിയിട്ടോ. എണീറ്റപ്പോഴാണ് ചോറ് മാത്രം ഉണ്ട്, വെറും ചോറ്. എണീക്കാൻ വൈകി, വേറൊരു ഐറ്റംസും ഇല്ല. ഒക്കെ കാലി. ചിക്കൻ ഉണ്ടായിരുന്നു, മട്ടൻ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഫുള്ള് കാലിയാക്കണം കേട്ടോ. വെറും കാലി റൈസ് ഉണ്ട്, നെയ്ച്ചോറല്ലേ. നെയ്ച്ചോറ് ഇപ്പം ഇങ്ങനെ കാലിച്ചോറ് വെച്ച് ഇത്തിരി കറി പോലും ബാക്കിയില്ല മക്കളെ. ആ വേസ്റ്റ് ബിന്നിൽ കിടക്കണേ. അപ്പം ഞാനല്ല കേട്ടോ, വേറെ 2 ആളുണ്ട് ഇതേപോലെ. അപ്പം അച്ചാറ് ഭാഗ്യത്തിന് ലേസ് ഉണ്ടായിരുന്നു. അച്ചാറ് കൂട്ടി റൈസ് അടിക്കാമെന്ന് കരുതിട്ടോ. ഇനി എല്ലാം വേറെ രക്ഷമില്ല മറുമരുന്നും. അപ്പോൾ അച്ചാർ കൂട്ടിയപ്പോൾ ഏകദേശം നല്ല വിശപ്പുണ്ട് കേട്ടോ. തൊട്ടിയിൽ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ മസാല. ഇപ്പോഴാണ് മനസ്സിലായത് തൊട്ടി ഇങ്ങനെ എറിയുമ്പോഴേ നമ്മൾ വേസ്റ്റ് എറിയുമ്പോൾ കിട്ടാത്ത ആൾക്കാരും ഇല്ല. ആ വേദന സത്യത്തിൽ ഞാൻ ഈ നിമിഷം ആസ്വദിച്ചിട്ട് സത്യത്തിൽ എന്താ പറയുക, നമ്മളിങ്ങനെ വേസ്റ്റ് കളയുമ്പോൾ കിട്ടാത്ത ആൾക്കാരുണ്ടല്ലോ സത്യത്തിൽ വേദനിച്ച് പോയിട്ടോ. വേറെ എടുത്ത അച്ചാറൊക്കെ പാടെ പ്ലേറ്റിൽ പറഞ്ഞ് കറിയാക്കിയിരിക്കണം കേട്ടോ. എന്തായാലും അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഉച്ചക്ക് മട്ടനും ചിക്കനൊക്കെ ആയതുകൊണ്ട് ഞമ്മക്ക് ഏതായാലും അത് കിട്ടിയില്ല. പിന്നെ വന്നപ്പോൾ ഉണ്ട് ചപ്പാത്തി ഉണ്ട് കേട്ടോ. വൈകുന്നേരം ചപ്പാത്തി നമ്മൾ വെള്ളക്കടലയും പാടെ വെച്ചിട്ടല്ല അടിപൊളി ചിക്കൻ കറി മോഡലാക്കി വെച്ചിങ്ങോട്ട്. പക്ഷെ ചപ്പാത്തി പോരായിരുന്നു, കറി അടിപൊളി എന്നിട്ട് ഒരു രക്ഷയുണ്ടല്ലോ, നല്ല അടിപൊളി കറിയായിരുന്നു. ഏതായാലും അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതോടുകൂടെ ഓക്കെ, അടുത്ത വീഡിയോ